അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മക്കളെ സുഖല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ പാഠത്തില് ദൽവ് എന്നതില് ദാ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പാഠം വളരെ എളുപ്പമുള്ളൊരു പാഠാണ്. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. വീടിനെ കുറിച്ചാണ് പറയുന്നത്. വീടിന് എന്താ അറബി പറയാന്നറിയാവുന്ന നിങ്ങൾക്ക്? ദാർ. ദാർ എന്താ പറയാ? ദാർ. ദാർ. നമുക്ക് ആ പാഠം ആദ്യം ഒന്ന് വായിക്കാം. അപ്പൊ നോക്ക്, മനോഹരമായൊരു വീട് കണ്ടോ നിങ്ങള്? ഒരു അടിപൊളി വീടല്ലേ? ഇനി നമുക്ക് നോക്കാം. ദാർ. ദാർ. അലിഫ് എന്തിനാ? നീട്ടാൻ. ആയിക്കോട്ടെ. അടുത്തത് ജിദാറുൻ. ജിദാറുൻ. ഹുദൂദുൻ. ഹുദൂദുൻ. ആ ദൂ നീട്ടാനുള്ള വാവ് കണ്ടില്ലേ? ഹുദൂദുൻ. അടുത്തത് ഹ. ഹ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. നോക്കെ. ഹദീദുൻ. ഹദീദുൻ. അഹദൻ. അഹദുൻ. അഹദിൻ. ജദ്ദ. ഖുദ്ദു. അദ്ദി. ദാ. ദൂ. ദീ. പിന്നെ ചേർത്തി എഴുതുമ്പോഴുള്ള ദാ. ദൂ. ദീ. ഈ പാഠം നമുക്ക് പ്രയാസമില്ലാത്ത പാഠം. കാരണം എന്താ? ദ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലിഫ് വാവ് യാ നീട്ടാനുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നന്നായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ വേണ്ടു അല്ലെ? അപ്പൊ വീടിന് എന്താണ് പറയാ? ദാർ. എന്താ പറയാ? ദാർ. വീട്. ദാർ. വീട്. ദാർ. വീട്. അപ്പൊ നിങ്ങള് അതിലെ ആ ദാല് എന്നുള്ള അക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ദാ. അലിഫ് ഉണ്ടോ നീട്ടാളെ? ദാർ. ദാർ. ജിദാറുൻ. ഹുദൂദുൻ. ഇനി നിങ്ങൾ വായിക്കടുത്ത് ഹ ദീ ദുൻ അല്ലേ? ഹദീദുൻ. അടുത്തത് അ ഹ ദൻ. അഹദൻ. അടുത്തതോ അ ഹ ദുൻ. അഹദുൻ. അഹദിൻ. ജദ്ദ. ഉണ്ടോ? പുള്ളി എവിടാ നോക്കണം കേട്ടോ. ജീവന്റെ പുള്ളി താഴെയല്ലേ ഉള്ളേ? ജ അല്ലേ? ജദ്ദ. അടുത്തതോ പുള്ളി മുകളിലാണ്. ഹു. ഹു. ഹ. ഖുദ്ദു. ഖുദ്ദു. അടുത്തത് അദ്ദി. ദ. ദു. ദി. ദ. ദു. ദി. അപ്പൊ നിങ്ങള് ആ ദാർ എന്നൊന്ന് എഴുതണം കേട്ടോ. നമുക്ക് അറിയുന്ന അക്ഷരാണ്. ദാർ. 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 അപ്പൊ നിങ്ങൾ എല്ലാരും എഴുതൂലേ ദാർന്ന്? ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അതിന്റെ താഴെ കാണുന്ന ദാദൂദി എന്ന് ഒരു 3 വരി നിങ്ങൾ എഴുതണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ദാർ വീട്. ദാർ വീട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. നമുക്കിന്ന് ബോർഡിലേക്ക് നോക്കാം. നിങ്ങൾ കണ്ടോ? ദാർ വീട്. ദാർ വീട്. അപ്പോ ദ അലിഫ്. ദാ. ദു. വാവ് നീട്ടാനുള്ള വാവ് ഇട്ട് കൊടുത്താലോ? ദൂ. ദി. യാ കൊടുത്താലോ? ദീ. ദാ. ദൂ. ദീ. അപ്പൊ നമുക്ക് തെദിരീബാത്തിലേക്ക് വരാം. നലഉ ദായിറത്തൻ അല ദൻ. ദൻ. ഫത്ഹ തൻവീൻ. ദൻ. അപ്പോ ദൻ എന്നത് നോക്കിയിട്ട് നമ്മള് അതിനാണ് വൃത്തം വരയ്ക്കേണ്ടത്. നോക്കാം. ഇപ്പൊ ഇവിടെ ദാർന്നില്ലേ? ഇതിന് വൃത്തം വരച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? തെൻവീനില്ല. ഇവിടെ നമ്മൾ തെൻവീൻ കൊടുക്കുക. ഇതെന്താ അക്ഷരം?
ദെൻ. അപ്പൊ ദെൻ എന്ന് കാണുമ്പോഴാണ് വൃത്തം വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. എന്താണ് ഒന്നാമത്തേത്? ആ ബ ദെൻ. അബദൻ. ദെൻ എന്നുണ്ടോ? ഉണ്ട്. എവിടാ? മൂന്നാമത്തേത് അല്ലെ, അവസാനത്തേത്. വൃത്തം വരക്കാം. അടുത്തത് ഷദീദുൻ. ദാല് രണ്ടുണ്ട്, പക്ഷേ ദെൻ എന്നതില്ല. അടുത്തത് ജദീദിൻ. അതിലുണ്ടോ? ഇല്ല. അടുത്തത് ഔതാദൻ. ഔതാദൻ. ദെൻ ദെൻ ഉണ്ട് അല്ലേ. അപ്പൊ അത് നമുക്ക് വൃത്തം വരയ്ക്കാം. അടുത്തത് നക്തശിഫു. നമുക്ക് കണ്ടെത്താം. ദാ ദീ ദൂ. ഇത് മൂന്നും മിനൽ ഖുർആനി. നോക്കാം. ഐദീഹിം ദീ അല്ലേ. അടുത്ത് ഹാദൂ ദൂ. കണ്ടോ? ശുഹദാഅക്കും ദാ. മൂന്നും അതിലുണ്ട് അല്ലേ. അടുത്ത നക്തുബ്. നമുക്ക് എഴുതാം. എന്താണ് എഴുതേണ്ടത്? തജ്ദീദുൻ. തജ്ദീദുൻ. ബദഅതു. 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 ഹുദൂദുൻ. ഹുദൂദുൻ. ആദാബുൻ. ആദാബുൻ. അടുത്ത നഖറഉ മിനൽ ഖുർആനി. ഖുർആനിൽ നമുക്ക് ഓതാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടൂട്ടത്. ശ്രദ്ധിച്ചു നോക്ക്. ആ അടുത്ത അക്ഷരം പറ. ആ ഹേ. ആ അടുത്ത് ദീ. അടുത്ത് സ. അഹദീസ. അഹദീസ. അടുത്തത് എന്താ അതിന്റെ താഴെ? അ ദ ഉൻ. അദ ഉൻ. അടുത്തത് ഹ ദോ ദു. ഹുദൂദു. അടുത്തത് തു ഹ ദി സു. തുഹദ്ദിസു. തുഹദ്ദിസു. അപ്പൊ ഇനി നിങ്ങളിത് വൃത്തിയായി എഴുതണം. എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടണം കേട്ടോ. അപ്പം തജ്ദീദുൻ ബദഅതു ഹുദൂദുൻ ആദാബുൻ. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.